അല്ലാഹു പറയുകയാ, നമ്മൾ പറയുമല്ലോ ഓന്തോടിയാൽ എവിടെ വരെ ഓടാരാ. അല്ലാഹു പറയുകയാ, നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാടാ. എന്റെ മുമ്പിൽ തന്നെ വരുമല്ലോ, എന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരുമല്ലോ. നിന്നെയെല്ലാം ഞാൻ അവസാനം എന്റെ മുമ്പിൽ തന്നെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉമ്മമാരേ അല്ലാഹുവിനെ പേടിക്കുമ്മ. പ്രായമൊക്കെയായില്ലേ, പ്രായമൊക്കെയായില്ലേ, പടച്ചവനെ മുടി നരച്ചില്ലേ ഉമ്മ. 40ഉം 50ഉം വയസ്സായില്ലേ ഉമ്മ. ഇനി എന്ന് നന്നാകാനാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, പെമ്മക്കളെയൊക്കെ കല്യാണം കഴിച്ച് വിടാ പ്രായമായില്ലേ പെണ്ണ്. എന്നിട്ടും നിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ലല്ലോ, അഹങ്കാരമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്ന വാപ്പാ, നീ ഉപ്പയായില്ലേ. നിന്റെ കൂടെ നടന്നവരും കൂടെ പഠിച്ചവരും പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് ചെന്നില്ലോ. എന്നിട്ടും നിനക്ക് നന്നാകാ സമയമായില്ലോ. അഹങ്കാരത്തിന് മാറ്റമില്ലല്ലോ. എന്താ വാപ്പാ അഹങ്കാരികളെ പോലെ നടക്കുന്നത്? ആരെ പരാജയപ്പെടുത്താനാ? നീ ആരോടാകണം നീ കാണിക്കുന്നത്? ഒറ്റ നിമിഷം കൊണ്ട് നിന്നെ പള്ളിപ്പറമ്പിലെ കുടിക്കകത്തെത്തിക്കാൻ കരിവെള്ള പടച്ചറപ്പിനോടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വന്തം നഫ്സിനോട് ഞാൻ പറയുന്നു, നമ്മൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നമ്മളെ തകർത്ത് കളയും സഹോദരാ. നമ്മളെ പടച്ചറപ്പ് പരാജയപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ മനസ്സിനകത്ത് പേടി വേണമുമ്മ. ഇതല്ലാന്റെ കലാമാ, ഇതല്ലാന്റെ കലാമാ. ഈ ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഖുർആനിലൂടെ സ്വാഗതം പറഞ്ഞ, അല്ലാഹു സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ ഒന്നാമത്തെ അടിമയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്തു ഖുലൂബുഹും. അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹുവേ, നിന്നെ കുറിച്ചുള്ള ഭയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിന്നെ പേടിച്ച് ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ അടയാളം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്. ഒന്നാമത്തെ അടയാളം അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ഒന്നാമത്തെ അടയാളം അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയം. അല്ലാഹു ആ ഭയം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ആ ഭയം എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരെണ്ണം പറഞ്ഞപ്പോഴേ 10:40 ഞാൻ 45 നിർത്താന്നല്ലേ പറഞ്ഞു? 45 നിർത്താന്നാ പറഞ്ഞു. ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ 10:40. ഇനി 3 കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കും. അൽഹംദുലില്ലാഹ്, അപ്പൊ കുഴപ്പമില്ല, ഇത്തിരി കൂടെ ഓടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് ഞാൻ പറയുന്ന ഈ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലാഹ് തരുന്ന പ്രതിഫലം കൂടെ പറഞ്ഞിട്ടേ ഞാൻ പോത്തുള്ളൂ. ആഖിറത്തിൽ കിട്ടുന്ന പ്രതിഫലം ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. 2 അല്ലാഹു പറയുകയാ. അവർക്കുള്ള രണ്ടാമത്തെ ഗുണം പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അവർ ക്ഷമിക്കും.
അള്ളാഹു എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവര് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കൂല. അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നീ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പരീക്ഷണം ഉണ്ടായ ക്ഷമിക്കണം. ഈമാൻ കാര്യം മാറണം. ഒന്ന്, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, ഖുർആനിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. 6 വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. ഈ പറഞ്ഞ 6 കാര്യത്തിൽ അള്ളാഹിനെ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, മലക്കുകളിൽ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. 6ാമത്തെ ഒരു കാര്യത്തിൽ മാത്രം വിശ്വാസമില്ല. 6ാമത്തെ കാര്യത്തിൽ മാത്രം എനിക്ക് നിങ്ങൾക്ക് വിശ്വാസമില്ല. വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് ഏത് കാലത്താണോ നീ വിശ്വസിക്കുന്നത്, അന്നേ നീ യഥാർത്ഥ വിശ്വാസിയാകും. മഹാനായ നബിയിന റസൂലുള്ളാഹി. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, നമുക്ക് സന്തോഷവും ദുഃഖവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന. ഉപ്പ പറയുന്നത്, ഉസ്താദെ ഞാൻ മജ്‌ലിസുന്നൂറിന് പോകും, സ്വലാത്തിന് പോകും, എന്ത് വാഴുന്നുണ്ടെങ്കിലും പോകും, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോകും, പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തു, പള്ളി കെട്ടിക്കൊടുത്തു, എന്നിട്ടും എനിക്കിതൊക്കെ തന്നല്ലോ അല്ലാഹ്. എന്നിട്ട് എനിക്ക് വന്നല്ലോ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, പരാതി പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരാതി പറയാം. അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോ കുറ്റം പറയാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം, എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ എന്തിനും കൊടുക്കണ ഉസ്താദെ, എന്തെല്ലാം ദുആ ചെയ്തു, എവിടെല്ലാം പോകുന്നു, ഏതൊക്കെ തങ്ങന്മാരെ കണ്ടു, ഏതൊക്കെ മഖബറകളിൽ പോയി, എന്നിട്ട് ഇത് വന്നല്ലോ. പരാതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരാതി പറയരുത്. അള്ളാഹു തന്നത് ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ വിചാരിക്കണ എന്റെ ഉസ്താദ്, അള്ളാഹിക്ക് എന്തോ എന്നോട് വൈരാഗ്യ ഉസ്താദെ, അതുകൊണ്ടല്ലേ അല്ല എനിക്ക് മക്കളെ തരാത്ത. എത്ര കൊല്ലമായി എല്ലാവർക്കും അല്ല വീട് കൊടുത്തു, എനിക്കെന്താ വീട് തരാത്ത? നമ്മൾ പരാതി പറയണ അങ്ങനെ. പണ്ടൊരു ചങ്ങാതി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇവിടെ നമ്മൾ പണ്ടൊരു ചങ്ങാതി ഒരു വലിയ പണക്കാരനെ കണ്ടപ്പോ, നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനെ കണ്ടപ്പോ, ഇയാൾ അള്ളാഹിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. പടച്ചോനെ, എന്നെ ഓനെ പോലെ ആക്കണേ അല്ലാഹ്. ഉദാഹരണം പറഞ്ഞ, ഞാൻ ദുആ ചെയ്യാം, അല്ലാഹ് എന്നെ സിയാദ് ഖാനെ പോലെ ആക്കണേ അല്ലാഹ്, സിയാദ് ഖാനെ പോലെ ആക്കണേ ദുആ ചെയ്യാം. നിങ്ങളുടെ നാട്ടിലെ ഒരു പണക്കാരനെ കണ്ടിട്ട് അയാളെ പോലെ ആക്കണ അല്ലാന്ന് കാലങ്ങളായിട്ട് ഇയാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. എന്നെ അബൂബക്കർ ഹാജിയെ പോലെ ആക്കണേ അല്ലാന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. ഇയാൾ ഈ അബൂബക്കർ ഹാജിയെ പോലെ ആകണില്ല. അപ്പൊ ഒരു ദിവസം ഈ ചങ്ങാതി അള്ളാഹിനോട് പറയുക, പടച്ചവനെ, എന്നെ അബൂബക്കർ ഹാജിയെ പോലെ പണക്കാരനാക്കാൻ പറ്റത്തില്ലെങ്കിലും അബൂബക്കർ ഹാജി എന്നെ പോലെ യത്തീംഖാനയിലാക്കാൻ നിനക്ക് പറ്റുമല്ലോ അല്ലാ, അതെങ്കിലും ആക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ കാര്യം ഇതാ ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്നത് അള്ളാഹിക്ക് നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടാ അള്ളാഹു നമുക്ക് മക്കളെ തരാത്തത്, രോഗം തരുന്നത്, പ്രയാസം തരുന്നത്, വീട് തരാത്തത്. നമ്മൾ അങ്ങനെ അല്ല ചങ്ങായി. നീ അത് നിന്റെ തെറ്റിദ്ധാരണയാ. നീ എന്താ വിചാരിച്ചിരിക്കണം? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായ രീതിയിൽ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടതല്ല. നീ മനസ്സിലാക്കേണ്ടത് അള്ളാഹ്ക്ക് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടോ ദേഷ്യമുള്ളത് കൊണ്ടോ അല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നബിതങ്ങൾ പറയുന്നു, ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിപ്പിച്ചത്, ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അബൂജഹലിനല്ല, ഉത്ബത്തിനല്ല, ശൈബത്തിനല്ല, നമ്രൂദിനല്ല, ഫിർഔനിനല്ല, ഖാറൂനിനല്ല. അള്ളാഹു ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷണം കൊടുത്തത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. ലോകത്ത് ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാനെ കണ്ടിട്ടുണ്ടോ? ഉമ്മാനെ കണ്ടു കൊതി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നബിതങ്ങളെയാണ്. എന്തുകൊണ്ട്? ഇഷ്ടം കൂടിയാൽ അങ്ങനെ, ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നമ്മളെ അളക്കുകയാ, ഈമാനിന്റെ ടെസ്റ്റ് നടക്കുകയാ. ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അള്ളാഹു ഓരോ മനുഷ്യന്റെയും ഈമാനിനെ അള്ളാഹ് അളക്കുകയാ, ഈമാനിനെ അള്ളാഹ് അളക്കുക. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞല്ലോ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ ഖുർആൻ. നീ എന്താ വിചാരിച്ചേ? ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ സുഖിക്കാനുള്ള ഇടമാണെന്ന് നിനക്ക് ആരാ പറഞ്ഞു തന്നേ?
നിനക്കാരാ പറഞ്ഞു തന്നെ? എന്റെ പൊന്നാര ചങ്ങാതി, അല്ലാഹ് ഖുർആനിൽ പറയുകയാ, എടാ സ്വർഗത്തിൽ ഓസിന് കയറി പോകാൻ പറ്റുമോ? സ്വർഗത്തിലേക്ക് ഓസിന് കയറി പോകാൻ പറ്റുമോ? പറ്റില്ല. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ അനുഭവിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ തന്നെ പറഞ്ഞു, ഒരു മുസ്ലിമിനെ ഞാൻ പരീക്ഷിക്കും. എങ്ങനെ? പേടി കൊടുക്കും ഞാൻ. ഭയം, പേടിയല്ലേ ഇപ്പൊ നമുക്കൊക്കെ ഇപ്പൊ പേടിയല്ലേ? ഉസ്താദെ പടച്ചവനെ, ഇവിടെ നടക്കുന്ന ഹരിയാനയിൽ നടക്കുന്നത് കൊണ്ടോ പള്ളി കത്തിച്ചു ഉസ്താദ്, അങ്ങനെ ഇത് ഉസ്താദ്, ഇങ്ങനെ ഇത് ഉസ്താദ്, അവിടെ കിടക്കുന്നില്ല, ഇവിടെ നടക്കുന്നില്ല, അവിടെ നടക്കുന്നില്ല, എവിടെല്ലാം നടക്കുന്നു ചങ്ങാതി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാണ്. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ സമുദായത്തിന്, മുസ്ലിം ഉമ്മത്തിനെതിരായി പ്രവർത്തിക്കാം. നമ്മളിവിടെ കടന്ന് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ മഴ പെയ്ത വീടിനകത്ത് കയറി നിൽക്കും, വീടിനകത്ത് ചോർന്നാ പിന്നെ എന്ത് ചെയ്യും? എവിടെ കയറി നിൽക്കും? എടാ മഴ പെയ്യുമ്പോ, എടാ മനുഷ്യനൊരു പ്രയാസം വരുമ്പോ പള്ളി വരും. പള്ളിക്കകത്ത് പൂക്കുറ്റിയടിയാണെങ്കിൽ എവിടെ പോകും? ഒരു മുസ്ലിമിന്റെ പ്രയാസം മാറ്റേണ്ടത് പള്ളിയിലാ. ആ പള്ളിക്കകത്ത് തമ്മിലടിയാണെങ്കിൽ നമ്മൾ എവിടെ പോകും? ഒരു കുടുംബത്തിൽ കൂടപ്പറപ്പുകൾ തമ്മിൽ തല്ലുകയാ, പിന്നെന്ത് ചെയ്യും നമ്മൾ? ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഇന്ന് തല്ല നമ്മൾ ആവശ്യമില്ലാത്ത സംഘടനയുടെയും അതും ഇതും പറഞ്ഞിട്ട് തല്ലും ബഹളുമായിട്ട് നമ്മൾ നടക്കാം. നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ ആളില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് ഐക്യമാണോ? നമുക്ക് യോജിച്ച് സന്തോഷത്തോടൊരു ജീവിതം? നമുക്കതൊന്നും ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭയം അല്ലാഹു നമുക്ക് തരും. അല്ലാഹു നമ്മളെ ഭയപ്പെടുത്തും. സഹോദര, ലോകത്തിന്റെ നാനാമൂങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ദയനീയമായ അവസ്ഥകൾ നമ്മൾ നോക്കിക്കേ. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിൽ പടച്ചവനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഹിറ്റ്ലറിന്റെ ചരിത്രം വായിക്കുമ്പോഴേ ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദെ, ഹരിയാനയിലല്ലേ, അല്ലെങ്കിൽ അവിടെയല്ലേ, മ്യാൻമറിലായിരുന്നല്ലോ, ഇപ്പതാ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ. നാളെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വരൂലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. നമുക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ തരും, നമ്മളെ ഭയപ്പെടുത്തും. മുസ്ലിം എന്ന് പറയാൻ പേടിക്കുന്ന ഒരു കാലം വരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അള്ളാഹുവിന്റെ സഹായം. അല്ലാഹു ഖുർആനിൽ ചോദിക്കുന്നു, നിങ്ങളെ സഹായിക്കാൻ ഞാനില്ലേ, പിന്നെന്തിനാ നിങ്ങൾ പേടിക്കണേ? എടാ, ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് എന്തിനാ നിങ്ങൾ പേടിക്കണേ? ശത്രുവിന്റെ വലിപ്പം കണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, ഖുർആൻ ഓതി നോക്ക് നീ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. ആനപ്പട, അബ്രഹത്തിന്റെ ആനപ്പട, അബ്രഹത്ത് രാജാവ് ആനയെന്ന് പറയുന്ന ഭീകര ജീവിയുമായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വന്നില്ലേ? ആന എത്ര വലിയ ജീവിയാ! അരിക്കൊമ്പനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത കാലം. അരിക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു ആനയെ കുറിച്ച് കുറെ നാൾ ചർച്ചയുണ്ടായിരുന്നു. പാപം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. കാരണം ആ ജീവിയെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ അരിക്കൊമ്പൻ എന്നല്ലേ ഇപ്പൊ ആനയുടെ പേര്? അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ നാട് കടത്തിയപ്പോ വേറൊരു ആനയുടെ പേരുണ്ടല്ലോ, അപ്പൊ ചക്കക്കൊമ്പൻ. അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയെ നാട് കടത്തിയതിന്റെ പിറ്റേ ദിവസം ചക്കക്കൊമ്പനും അനുയായികളും കൂടെ ടൗണിൽ ഇറങ്ങിയിട്ട് പ്രതിഷേധം നടത്തി. വർഗസ്നേഹം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ആനയെ നാട് കടത്തിയപ്പോ പ്രതിഷേധിച്ചുകൊണ്ട് പിറ്റേ ദിവസം മറ്റുള്ള ആനകൾ മുഴുവനും വർഗസ്നേഹം കാണിച്ചു. നമ്മളോ അവ അകത്ത് കിടക്കട്ടെ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ആ മൃഗത്തിന് വിവരമുണ്ട്. പിന്നെ ഞാൻ പറയുന്നത്, ആ ആന സുന്നിയ. ആ ആന, അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന സുന്നിയ. കാരണം എന്തേ? എല്ലാ വർഷവും അമ്മ മരിച്ച സ്ഥലത്ത് വരുമെന്നല്ലേ? അപ്പൊ ഖബർ സിയാറത്ത് ചെയ്യുന്നല്ലേ അതിനർത്ഥം? എന്താ പറയാ? എല്ലാ വർഷവും അതിന്റെ അമ്മ മരിച്ച സ്ഥലത്ത് അത് വരുമെന്നല്ലേ? നമ്മൾ കുഴിച്ചിട്ട് അങ്ങോട്ട് പോകാറുമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറയണോ? അതിനകത്ത് കൊണ്ട് പഠിക്കാൻ ചിലതൊക്കെ. ഞാൻ തമാശ പറഞ്ഞല്ലോ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അത് എല്ലാ വർഷവും അതിന്റെ അമ്മ മരിച്ച, അതുകൊണ്ട് ഇന്നും അത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ അതിന്റെ അമ്മ മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവരുള്ളത്. നമ്മളോ? അതുകൊണ്ടാണ് ഞാൻ സുന്നി എന്ന് പറഞ്ഞത്. ഇനി അത് ക്ലിപ്പങ്ങ് ഇറക്കിയേക്കല്ലടാ അനിയ. അല്ലാഹു കാക്കുമാറാകട്ടെ. ക്ലിപ്പർ അങ്ങനെ എവിടാന്ന് എനിക്ക് എന്തെങ്കിലും പറയാൻ പേടിയാ. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പം 10-30 കേസുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ.
അള്ളാഹു കാക്കുമാറാകട്ടെ. പെണ്ണുങ്ങളെ തല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ച പ്രസംഗം ഇപ്പം ഞാൻ ഇങ്ങനെ വനിതാ കമ്മീഷനിലും അവിടെ ഇവിടെയും കയറി ഇറങ്ങി നടക്കാം. സുബ്ഹാനല്ലാഹ്. ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യണില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നും പറയരുത്, പെണ്ണുങ്ങളൊന്നും പറയാൻ പാടില്ലാത്ത കാലം. സുബ്ഹാനല്ലാഹ്. ഭാര്യമാരെ എങ്ങും പോയിട്ട് ഒന്നും ചെയ്തേക്കല്ലേ. അല്ലാഹുവേ, അല്ലാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകുമാറാകട്ടെ. എന്തപ്പോ പറഞ്ഞ റഹ്മാനെ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അബ്രഹത്തിന്റെ ആനപ്പട മദീനത്ത് ആനയില്ല, അതുകൊണ്ട് വലിയ ജീവിയായ ആനയുമായിട്ട് പോയ കഅബാലയം പൊളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാ ഈ ചങ്ങാതി പോയത്. എന്നിട്ട് അല്ലാഹ് അവനെ തകർത്തത്. ഈ പോത്തിനും പശുവിനൊക്കെ പുല്ലിട്ട് കൊടുത്താല് അത് തിന്നിട്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോ ചവിട്ടി തേച്ചിടൂലേ, ഇതുപോലെ ആക്കി കളഞ്ഞു അല്ലാഹുമാരെ. ആ അബ്രഹത്തിന്റെ ആനപ്പടയെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ പൊളിക്കാൻ പോയവന്മാരെ, ആ ആന എന്ന് പറയുന്ന വലിയ ജീവിയുമായിട്ട് പോയവന്മാരെ സത്തു മലർന്നു പോയില്ലേ സഹോദരാ? അല്ലാഹു എങ്ങനെയാണ് തകർത്തത്? അബാബീൽ എന്ന് പറയുന്ന കുരുവിയുണ്ടല്ലോ, അതാ കിളികളിൽ വെച്ച് ഏറ്റവും ചെറിയ കിളിയാണ് കുരുവി. ആ കുരുവിയെ കൊണ്ടാണ് ഏറ്റവും വലിയ ജീവിയായ ആനയുണ്ടല്ലോ, ആ അബ്രഹത്തിന്റെ ആനപ്പടയെ അല്ലാഹു തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് ന്യൂനപക്ഷമായ ഞാനും നിങ്ങളും ഭയപ്പെടണ്ട, ഭൂരിപക്ഷത്തിന്റെ വലിപ്പം കണ്ട് ഭയപ്പെടണ്ട. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഏതൊക്കെ ശക്തികൾ വന്നാലും അല്ലാഹു തകർത്ത് കളയുമടോ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ ചോദിക്കുകയാ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങളുടെ കൂടെ ഞാനുണ്ടല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഇരിക്കുന്ന മുസ്ലിമിന് ഈമാൻ ഉണ്ടാകാൻ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാ. ഈമാൻ ഉറയ്ക്കാൻ ഒരു ഹദീസ് പറഞ്ഞു തരാ. ഉസ്താദേ, പൗരത്വ ബില്ല് വരുന്നോ, ഏക സിവിൽ കോഡ് വരുന്നോ എന്ന് പറഞ്ഞു ഭയന്ന് പറച്ച് നടക്കുന്ന വാപ്പാ, ഓലപ്പടക്കം കണ്ട് പേടിക്കല്ലേ വാപ്പാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, നബിതങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചപ്പോ ഇബ്ലീസ് പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാ, മുഹമ്മദ് നാട് വിടാൻ പോകുകയാണ്, ഒരിക്കലും നിനക്കൊന്നും കിട്ടൂല, വേണമെങ്കിൽ ഇന്ന് തന്നെ കൊന്നുകൊള്ളണം. മുഹമ്മദിനെ കൊല്ലാൻ കിട്ടുന്ന അവസാനത്തെ ചാൻസാ ഇളക്കുകയാ. പടച്ചവനെ, ശത്രുക്കൾ മുഴുവനും അവിടെ നിന്ന് തയ്യാറാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി വീട് വളയുകയാ. ഊരിപ്പിടിച്ച വാളുമായി നബിതങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് കാത്തു നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങൾ ചോദിക്കുന്നു, അലിയേ, ഞാൻ കിടന്ന സ്ഥലത്ത് കിടക്കുമോ അലിയേ? യാ റസൂലല്ലാഹ്, സമ്മതമാണ് നബിയേ. എന്തിനാ ഭയപ്പെടുന്നത്? അലിയാർക്കെന്ത് പേടിയാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് കിടന്ന സ്ഥലത്ത് കിടക്കുകയാ. ഈമാനുള്ള നിസ്കാര തടമ്പുള്ള പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നബിതങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം നബിയേ, ഒരു കാര്യം ചെയ്യണം നബിയേ. ഏത് കാര്യമാണെന്നറിയോ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഓതുമല്ലോ വാപ്പാ, യാസീനിൽ ഓതുന്ന ആയത്താണല്ലോ. നബിതങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയേ, വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. ഈ ആയത്തോതിയിട്ട് മണ്ണിലൂതണേ നബിയേ. വാതിൽ തുറന്നിട്ട് 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഒരു പിടി മണ്ണ് വാരി
ഒരു പിടി മണ്ണ് വാരി വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്ത് ഓതിയിട്ട് മണ്ണിലേക്ക് ഊതുകയാ ചെറുപ്പക്കാരാ. ആർക്ക് വേണമെങ്കിലും ചരിത്രം പഠിക്കാം, ആർക്ക് വേണമെങ്കിലും ചരിത്രം പഠിക്കാം. അല്ലാഹുവിന്റെ റസൂൽ മണ്ണിൽ ഊതിയിട്ട് വാതില് തുറന്നിട്ട് നാലു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു പിടിച്ച വാളുമായി നബി തങ്ങളുടെ തലയെടുക്കാൻ കാത്തു നിന്നവന്മാരുടെ കണ്ണിന്റെ മുമ്പിലൂടെ KGF-ലെ നായകന് പോയതുപോലല്ലടാ, ചങ്കൂറ്റത്തോടെ നബി തങ്ങൾ അവന്മാരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ AK-47 പിടിച്ചുകൊണ്ടല്ല പോയത്, ആറ്റം ബോംബ് കയ്യിൽ പിടിച്ചുകൊണ്ടല്ല പോയത്. എടാ, മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് മതിയടോ. ഈമാനുള്ള അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മുസൽമാന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിന് പോലും മഹത്വമുണ്ടോ? നിബിധങ്ങൾ ഇറങ്ങിപ്പോയില്ലേ, അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിപ്പോയില്ലേ? അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കടന്ന് നിബിധങ്ങളെ ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുകയാ, അബൂബക്കർ തങ്ങൾ പേടിച്ച് വിറയ്ക്കുകയാ. നിബിധങ്ങൾ ഞെട്ടിയുണർന്നു. എന്തേ അബൂബക്കർ, എന്തേ അബൂബക്കർ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മുകളിലെത്തി നബിയേ, മുകളിലെത്തി നബിയേ. ശത്രുക്കളുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചമേ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, നമ്മളെ പിടിക്കുമല്ലോ, താഴോട്ട് നോക്കിയാ കാണുമല്ലോ, നമ്മളെ കൊന്നു കളയുമല്ലോ. അബൂബക്കർ തങ്ങളെ പേടിച്ച് പറയുമ്പോ റസൂലുള്ളാഹി ചിരിക്കുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ ചിരിക്കുന്നത്, എന്തിനാ നബിയേ ചിരിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 2023 ഒരുമിച്ച് കൂടിയ കാഞ്ഞിപ്പുഴയിലെ വാപ്പാ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ പറഞ്ഞ ഹദീസാ. അബൂബക്കറേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അബൂബക്കറേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറേ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്, മൂന്നാമതൊരാളുണ്ട്. ആരാണ് നബിയേ? ഈ ലോകം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നമ്മുടെ കൂടെയില്ലേ അബൂബക്കർ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ, അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ? വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, അല്ലാഹ് കൂടെയില്ലേ? ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും ഏത് ചരിത്രം വേണമെങ്കിലും എടുത്ത് വായിച്ചു നോക്കണോ. ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഭൂരിപക്ഷം ജയിച്ചിട്ടുണ്ടോ? ജയിച്ചത് മുഴുവനും ന്യൂനപക്ഷമാ, ന്യൂനപക്ഷമാ ജയിച്ചത്. അതുകൊണ്ട് എത്ര വലിയ കൊലകമ്പന്മാര് വന്നാല്, ഏതൊക്കെ വൻശക്തികൾ വന്നാല്, പടച്ചവനെ ഫിറഔനിന്റെ ചരിത്രം അറിയില്ലേ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. പടച്ചവനെ കലീമുല്ലാഹി മൂസാ നബിയുടെ ചരിത്രം അറിയുമല്ലോ. പടച്ചവനെ മുമ്പിൽ ചെങ്കടല, പടച്ചവനെ പുറകില് ഫിറഔന. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ഭയന്ന് നിൽക്കുമ്പോ മൂസാ, നീയും നിന്റെ റബ്ബും കൂടെ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു കൂടെ നിന്നവരെ കാലുവാരിയപ്പോ അല്ലാഹു പറഞ്ഞു, മൂസാ, ഞാൻ നിന്റെ കൂടെയുണ്ട് മൂസാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ളതാ, വെറുതെ ഉള്ളതല്ല. അതുകൊണ്ട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ. ഇനി റബ്ബിന്റെ സഹായം വേണോ? ഇനി ആരൊക്കെ ഇവിടെ എന്തൊക്കെ കാണിച്ചാലും രക്ഷയില്ല. ഈ ഉമ്മത്തിന് രക്ഷപ്പെടണോ, ഈ ഉമ്മത്തിന് രക്ഷപ്പെടണോ? ഇനി
ഏക ഒരു വഴിയേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങ്. അല്ലാഹു പറയുന്നതനുസരിച്ച് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. ദീനോടെ ജീവിക്കടോ, ദീനോടെ ജീവിക്കടോ. പടച്ചവനെ ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന ഇവരെന്തൊക്കെ നിയമം പാസിയാക്കിയാൽ നിന്റെ വീടിനകത്ത് ദീനനുസരിച്ചുള്ള ജീവിതമുണ്ടാകണം. ചെറുപ്പക്കാരാ, വീട്ടിന് ദീൻ കൊണ്ടുവാടോ, വീടിനകത്ത് ദീൻ വരട്ടെ, അള്ളാനെ കുറിച്ചുള്ള ചിന്ത വരട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ വീടിനകത്ത് നടക്കട്ടെ. മഹാന്മാര് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, മഹാന്മാര് ജീവിതം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരേ ഒരു രക്ഷയേ ഉള്ളൂ. അല്ലാഹുവിലേക്ക് മടങ്ങൂ. നബി തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. നീ താടി വളർത്തൂ, നീ തൊപ്പി ധരിക്കൂ, നിന്റെ മക്കളെ ഫർദ ധരിപ്പിക്കൂ. എന്നെ പേടിച്ചു പോകുന്നത് കർണാടക എന്ന് പറയുന്ന നാട്ടിലല്ലേ, മംഗലാപുരത്തല്ലേ ഹിജാബ് നിരോധിച്ചത്. ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രത്തെ നിരോധിച്ചപ്പോ ഇട്ടുകൊണ്ട് സ്കൂളിലേക്ക് വരാൻ പാടില്ല എന്ന് അവിടുത്തെ നിയമങ്ങൾ പറയുമ്പോ ചില മാതാപിതാക്കൾ ഊരിയിട്ട് മക്കളെ പറഞ്ഞു വിട്ടു. നിങ്ങൾ ഫർദ ഇട്ട് കൊണ്ടുപോകണ്ട, ഹിജാബ് ഇട്ട് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. ചില മാതാപിതാക്കൾ പറഞ്ഞു വേണ്ട, അല്ലാഹുവിന്റെ ദീനാണ് വലുത്, ഇസ്ലാമിന്റെ ശിആറുകളാണ് വലുത്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമല്ല ദീനാണ് വലുത്. ഒരിക്കലും ഞങ്ങൾ ദീനിൽ വെള്ളം ചേർക്കൂല, വിശ്വാസത്തിൽ വെള്ളം ചേർക്കൂല. മക്കളോട് പറഞ്ഞു സ്കൂള് വേണ്ട. പടച്ചവനെ, വർഷങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ കണ്ടതാണ് സുമയ്യ എന്ന് പറയുന്ന ചങ്കൂറ്റത്തോടെ ഒരു പെൺകുട്ടി നിന്ന് പോരാടുന്നത്. റിസൾട്ട് വന്നടോ, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചതാ സുമയ്യ. ഹിജാബ് നിരോധിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ പറഞ്ഞു എല്ലാം ഊരിയിട്ടിട്ട് പൊക്കോ, ദീനൊന്നും വേണ്ട. ചിലര് പറഞ്ഞു ദീനാണ് വലുത്, സ്കൂള് വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഹിജാബ് ഇട്ടുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് ഒരു പെണ്ണ് അവിടുത്തെ നിയമസഭയ്ക്കകത്ത് പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് അല്ലാഹ്, ഇതാണ് അല്ലാഹ്. ഇത്തിരി താമസിച്ചിട്ടാണെങ്കിലും അല്ലാഹ് നമ്മളെ സഹായിക്കും. അല്ലാഹു എന്ത് ചെയ്യും? അവസാനം വരെ നമ്മളെ ടെസ്റ്റ് ചെയ്യും. ഖുർആൻ പറയുന്നുണ്ട്, പല ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്. സഹാബത്തിന്റെ വയറ് തൊണ്ടയിലെത്തി, നെഞ്ച് തൊണ്ടയിലേക്ക് കയറി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഹന്തക്കൊക്കെ പഠിപ്പിക്കുന്നതാ, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ആ അവസാന ഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ സഹായം വരുന്നത്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, ദീനിലേക്ക് മടങ്ങിക്കോ, ദീനനുസരിച്ച് ജീവിക്ക്. അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും. ഇല്ലെങ്കിൽ അല്ലാഹു നമ്മളെ പാഠം പഠിപ്പിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാഹു രോഗങ്ങൾ തരും, പട്ടിണി തരും, പ്രയാസം തരും, ദുഃഖം തരും, മരണം തരും. ഇതെല്ലാം അല്ലാഹു നിനക്ക് തരും. നീ എന്തു പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തു പരീക്ഷണം അല്ലാഹു തന്നാലും എന്തു പറയണം? എന്തു പറയണം? എന്തു പറയണം? എന്തു പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്തു പറയണം? മക്കള് പരീക്ഷയ്ക്ക് തോറ്റുപോയി, എന്തു പറയണം? എന്തു പറയണം? ലക്ഷങ്ങളുടെ കടവുണ്ടായി, എന്തു പറയണം? സിയാദ് കടയിലെ കട കത്തിപ്പോയ അല്ലാഹു തരും ചങ്ങാതി. അല്ലാഹു ഒരു പാവപ്പെട്ടവന്റെ കടയൊക്കെ കത്തിപ്പോയി. അല്ലാഹു അദ്ദേഹത്തിന് എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഒരു വഴി അടഞ്ഞ അടുത്ത വഴി അല്ലാഹു തുറന്നു കൊടുക്കും. എടോ, ഞാൻ പറയുന്നത്, മൂക്കിലൂടെ ബ്ലഡ് വന്നു, ശരീരത്തിൽ ഒരു മുഴ കണ്ടു, ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണെന്ന്. എന്തു പറയണം? എന്തു പറയണം? എനിക്ക് കിളി പോയെന്നാണ് നിങ്ങളുടെ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എടോ, അല്ല എന്ത് പരീക്ഷണം തന്നാലും എന്ത് പറയണം? അൽഹംദുലില്ലാ പറയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു കുട്ടിയുടെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു ചെന്നപ്പോ അല്ലാഹു മലക്കുകളോട് ചോദിച്ചു, അവന്റെ കരളിന്റെ കഷ്ടത്തിന്റെ റൂഹ് പിടിച്ചുകൊണ്ട് വന്നപ്പോ അവൻ എന്ത് പറഞ്ഞു? അപ്പൊ മലക്കുകൾ പറയാ, ആ ചങ്ങാതി പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാ. അപ്പൊ അല്ലാഹു പറയുകയാ, ഒരു വീട് പണിയാൻ. അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, ഒരു വീട് പണിയാൻ സ്വർഗത്തിൽ. വീടിന്റെ പേരെന്താ? ബൈത്തുൽ ഹംദ്. വീടിന്റെ പേരെന്ത്? ബൈത്തുൽ ഹംദ്. ആ ചങ്ങാതിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണിയെന്ന് മലക്കുകളോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അപ്പൊ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് പറയണം? എന്ത് പറയണം? ഒരു അൽഹംദുലില്ലാ പറഞ്ഞ് പോരാ, നല്ലപോലെ പറ, നല്ലപോലെ പറ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് അല്ലേ? ചുമ്മാതെ പറയാൻ പറ്റും, പക്ഷെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒറ്റ ഒരു ഹദീസ് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. 11 മണി കഴിഞ്ഞു, 11:05 ഇൻഷാ അല്ലാഹ്. ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ഹദീസ് കൂടെ കേട്ടൂടെ? അപ്പൊ ഇൻഷാ ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ട്. അത്യാവശ്യമുള്ളവരൊക്കെ പൊക്കോളി, ആവശ്യമുള്ളവർ മാത്രം ഇരിക്കുക. ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓടിക്കോണം. ഇനി ഇരുന്ന ദുആ കഴിഞ്ഞിട്ടേ പോകാം ഇൻഷാ അല്ലാഹ്. ആരും തിരിഞ്ഞു നോക്കരുത്, ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കരുത്. പോകേണ്ടവർ പൊക്കോട്ടെ, അത്യാവശ്യം ഉള്ളത് കൊണ്ടല്ലേ. ഇപ്പോഴല്ലേ പോകാൻ പറ്റും. അസ്റായിൽ വരുമ്പോ എവിടെ പോകാനാ? അസ്റായിൽ വരുമ്പോ ഓടാനൊന്നും പറ്റത്തില്ലല്ലോ, ഇപ്പോഴല്ലേ ഓടാൻ പറ്റത്തുള്ളൂ. ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഈ 3 സലാത്ത് പറയുന്നതിന്റെ ഇടയിൽ പൊക്കോ, വിരോധമൊന്നുമില്ല. ഇവിടെ ഇരുന്നാൽ ഇനി ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം മനുഷ്യന്റെ, നിങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് രോഗമായിട്ട് വല്ലതും കിടപ്പായിരുന്നു. ഇവിടെ സിയാദൊക്കെ പറയണേട്ട് ഉസ്താദെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങളോടൊക്കെ സംസാരിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇത്രയൊക്കെ ഉള്ളു സിയാദൊക്കെ, എല്ലാവരുടെയും കാര്യം കേട്ടോ. നിങ്ങളുടെ കാര്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, മൈക്ക് സെറ്റാരാ, ഞാനൊന്ന് ഇരിക്കാം. ഒന്നാമത് കാലം എല്ലാവരും ഒന്ന് അടുത്തിരുന്ന് ഞാൻ ഒരു ഹദീസ് പറഞ്ഞുതരാം. അടുത്ത് വാ ഇൻഷാ അല്ലാഹ്. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. വാ കേറി വാ, കഴിഞ്ഞങ്ങായി. നമ്മൾ വയ്യ, എൻ്റെ ഗുളികയുടെ പവർ കഴിയുന്നതുകൊണ്ട് അൽഹംദുലില്ലാഹ്. ഞാൻ നിർത്താ, കേറി നാളെ സെൻസാറിലെ കുതുവി. അൽഹംദുലില്ലാഹ്, നല്ല വഴല കേറി ചങ്ങായിമാരെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്ന ഒരേ ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെക്കാം. ഞാൻ പറയുന്ന ഒരേ ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ എത്ര വലിയ പരീക്ഷണം ഉണ്ടായാലും നിങ്ങൾക്ക് സമാധാനം കിട്ടും. ഇനി കച്ചവടത്തിൽ നഷ്ടമുണ്ടായാലും എന്തൊക്കെ പ്രയാസം വന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സമാധാനം കിട്ടും. അല്ലാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. ഒരു സമാധാനമുള്ള ജീവിതം ലോകത്ത് സമാധാനമായി ഇല്ലാത്ത, സമാധാനമുള്ള ഒരു ജീവിതം കിട്ടാനുള്ള വഴിയാ ഞാൻ പറയണേ. ഞാൻ പറയാം, നമുക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്ന ഒരു ഹദീസ് ഓർത്തു വെച്ചാൽ മതി. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഇരിക്കണ എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസമുണ്ട്. ഈ ഇരിക്കണം നമുക്ക് എല്ലാവർക്കും, ആണാകട്ടെ പെണ്ണാകട്ടെ ചെറുപ്പക്കാരനാകട്ടെ പ്രായമുള്ളവരാകട്ടെ, ചിരിയും കളിയൊക്കെ ചുമ്മാതാണ്, ഇങ്ങനെ അഭിനയിക്കുകയല്ല. എല്ലാം എടാ, എല്ലാത്തിനും പരാതിയും ദുഃഖവും ദുരിതവും ഇല്ലാത്ത ആരുമില്ല, എല്ലാവർക്കും ഉണ്ട് എന്തെങ്കിലും. എൻ്റെ അടുത്ത് വന്നിട്ട് പറയും സിറാ ഉസ്താദ് ദുആ ചെയ്യണം. ഞാൻ ആരോട് പറയുമെന്ന് പറഞ്ഞ് നടക്കാം. എൻ്റെ പ്രയാസങ്ങൾ ഞാൻ ആരോട് പറയും? പക്ഷെ നമ്മുടെ അവസ്ഥ അതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ ഹദീസ് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നേരെ ഇരിക്കണോ എല്ലാവരും? റെഡിയല്ലേ? ചോദിക്കട്ടെ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ടോ? എന്താ കാഞ്ഞിപ്പുഴയിലില്ലേ? ഉണ്ടോ? ഇല്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടോ? ഉണ്ട്. ഉറപ്പല്ലേ? അല്ലേ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അല്ലാഹു പറയുകയാ ഇന്ന മഅൽ ഉസ്രി യുസ്റ. അല്ലാഹു പറയാ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷം ഉണ്ടോ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്. ഞാൻ പറഞ്ഞതിനർത്ഥം, ഇപ്പം നിനക്ക് അല്ലാഹു ദുഃഖം തന്നിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളം എന്ത്? കടകത്തിയതെന്താ? കടകത്തി. അന്ന് കുറച്ചുവനെ ഇൻഷുറൻസും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ വേണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എന്ത് ഇൻഷുറൻസ്? മനുഷ്യന്റെ കാര്യം തീരാൻ ഇപ്പൊ പഠിച്ചവനെ 25 കോടി എന്നാ പറഞ്ഞു നടക്കാം. 25 കോടിയല്ലേ ഇപ്പൊ ഓണവമ്പർ? നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രം മനുഷ്യന്മാര്. അല്ലാഹു നനച്ചേക്ക്.
ഞാൻ എൻ്റെ കാലം മാറിയ ഞാൻ എൻ്റെ ഭാര്യയും കൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരമ്മമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ഓണ ബമ്പർ ഓണ ബമ്പർ ഓണ ബമ്പർ. ഞാൻ ആ അമ്മമ്മയെ നോക്കി, ആ അമ്മയെ ഞാൻ നോക്കി, എന്നിട്ടും ചോദിക്കുന്നുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് ഇതെടുക്കാൻ പാടില്ല, ഹറാമാണ്, ഞങ്ങൾക്ക് ഇതെടുക്കാൻ പാടില്ല, പാവമാണ്. ആ അമ്മ എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് ഒരു ചിരി, ആ അമ്മ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ആ ചിരിച്ച് എന്തിനാന്നറിയാം? ആ അമ്മ എന്നോട് പറയാ, നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാ ഞാനെന്ന്. ഒരു കാക്കാടെ കടയിലെ ഏജന്റായി അമ്മ. അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ടാ നമ്മളോട് ചോദിക്കണത്, നീ അല്ലാഹു അലം പടച്ചവനെ, അല്ലാഹു അലം ലോട്ടറി. സുബ്ഹാനല്ലാഹ്. 1400 കൊല്ലം മുമ്പ് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് എടുക്കല്ലേ എന്ന്. കഴിഞ്ഞ വർഷം കോടി അടിച്ചപ്പം തന്നെ പറയുന്നുണ്ട്, ഇനി ജീവിതത്തിൽ ഒരാൾക്കും ഇത് അടിക്കരുതെന്ന്. കാരണം അടിച്ചതോടുകൂടി ഓന്റെ സമാധാനം പോയി. ഓൻ തന്നെയാ പറഞ്ഞത്, എടാ എടുക്കണ ചങ്ങാതി, ലോട്ടറി എടുക്കണ ചങ്ങാതിയോട് ഞാൻ പറയാ, ഇപ്പൊ കേറി കിടക്കാൻ ഒരു വീടും 5 സെന്റ് സ്ഥലമെങ്കിലുണ്ട്, ഇതുകൂടെ പോകും. അള്ളാഹു കാക്കമാറാകട്ടെ. നിനക്കിപ്പോ സമാധാനമുണ്ട് കേറി കിടക്കാൻ. വാടകയ്ക്കാണെങ്കിൽ ഒരു വീടുണ്ട് ചങ്ങായി, അള്ളാന്റെ സഹായം നിനക്കുണ്ട്. നീ ഇത് എടുത്ത അന്നത്തോടെ നിന്റെ കാര്യം പോയി. അതോടുകൂടി അള്ളാന്റെ സഹായം നഷ്ടപ്പെടും. ഒരു പാടില്ല. എന്തിനാ ഇതൊക്കെ? എന്തിനാ ഇത്? ഇസ്ലാമിന്റെ നിയമങ്ങൾ. ഇതൊക്കെ ലോൺ എടുത്തതോടുകൂടി എത്തീങ്കാനയിലായവരില്ലേ? ലോൺ എടുത്തിട്ട് എത്തീങ്കാനയിലായവരില്ലേ? പലിശക്കെടുത്തവരില്ലേ? പണയം വെച്ച ജീവിതത്തിൽ എന്റെ അടുത്ത് വന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, സ്വർണം വേണോ കൊണ്ട് വിറ്റോ, പണയം വെക്കാൻ പറ്റത്തില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ലോൺ, വണ്ടി ലോൺ, എല്ലാവർക്കും വണ്ടി ലോൺ. സുബ്ഹാനല്ലാഹ്. ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു മസല, അല്ലാഹു അലം പടച്ചോനെ, ലോണൊക്കെ ഇട്ട് വണ്ടി എടുക്കണ എങ്ങന്മാരില്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയും, ഉസ്താദ് അതൊക്കെ നിയമങ്ങൾ അല്ലേ, അള്ളാനെ പേടിയില്ല, മോഡി അണ്ണനെ പേടിയുണ്ട് എല്ലാത്തിനും. സിറാത്ത് ആടുന്ന പോലെ ഇതിനൊരു ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. പോയടാ, മൈക്കാണ് ഇപ്പൊ എല്ലായിടത്തും വിഷയം. ഓഫായ പോയി. മൈക്കിനെതിരെ കേസെടുക്കുന്ന ആളല്ല. എൻ്റെ അടുത്ത് ഒരാള് ചോദിച്ചു, ഉസ്താദേ, സുബ്ഹാനല്ലാഹ്, വയല് പറയാൻ സിറാജ് ഉസ്താദ് വന്നു. ഉസ്താദ് വയല് പറയാൻ വരുന്നുണ്ട്. ഉസ്താദ് വയലിന് വന്നിട്ട് പറയുന്നുണ്ട്, കള്ള് കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ വാങ്ങരുത്, കൊടുക്കരുത്, സാക്ഷി നിൽക്കരുത്, എല്ലാം പാപം. ഉസ്താദ് എന്താ പ്രസംഗിക്കണേ? ഉസ്താദ് പ്രസംഗിക്കുക, പലിശ നിങ്ങൾ എന്ത് ചെയ്യരുത്, പലിശ കൊടുക്കരുത്, വാങ്ങരുത്, സാക്ഷി നിൽക്കരുത്, എഴുതരുത്, എല്ലാം പാപം. എല്ലാം പറഞ്ഞിട്ട് ഉസ്താദ് അങ്ങ് പോകും. ഉസ്താദ് വന്ന വണ്ടി ഏതാ? ലോൺ ഇട്ട വണ്ടി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് കാര്യം. ഞാൻ എൻ്റെ ഉസ്താദിനോട്, ഞാൻ ചോദിക്കണത്, എടാ നിനക്ക് 25 ലക്ഷത്തിന്റെ വണ്ടി എടുക്കണമെങ്കിൽ പൈസ കൊടുത്തിട്ട് എടുക്ക്, പൈസ കൊടുത്തിട്ട് എടുക്ക്. എന്തിനാ പേടിക്കണം? അള്ളാനെ പേടിക്ക്. എന്തിനാ ഉമ്മരെ പേടിക്കണേ? രാജ്യത്ത് നിനക്ക് ടാക്സ് കൊടുക്കണോ? കൊടുത്തിട്ട് എടുക്ക്. എന്തിനാ പേടിക്കണേ? ധൈര്യമായിട്ട്. ഹറാമുമായിട്ട് ബന്ധപ്പെടരുത്, പലിശയുമായിട്ട് ബന്ധപ്പെടരുത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. തനിയെ ക്ലിപ്പൊന്നും ഇട്ടേക്കല്ലേടാ, ചങ്ങായി, ക്ലിപ്പൊന്നും എടുത്തേക്കരുത് കേട്ടോ, പേടിച്ചിട്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്, ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ദുഃഖത്തിന്റെ പുറകിൽ അള്ളാഹു നിനക്ക് സന്തോഷം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇല്ലാ യളമൽ ജസാഅ മാ യളമൽ ബല. നിങ്ങൾ എടുത്തു വെച്ചോ, നിങ്ങൾ ആര് വേണമെങ്കിലും നോക്കിക്കോ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. റബ്ബ് തരും, സമാധാനത്തോടുകൂടി ഇരിക്കും. അള്ളാഹു നിനക്ക് ഈ പരീക്ഷണം തന്നിരിക്കുന്നത് സന്തോഷം തരാനാണ്. എന്തിനാ നീ പറഞ്ഞുകൊണ്ട് നടന്നത് നഷ്ടപ്പെടുത്തി കളയുന്നത്? അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓരോ മക്കാമുകളുടെ മുമ്പിൽ പോകുമ്പോഴും ഒരായത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ബദരീങ്ങൾ അനുസ്മരിക്കണമെന്ന്. ഏത് മക്കാമിന്റെ മുമ്പിൽ പോകുമ്പോഴും ഒരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അലാ ഇന്ന ഔലിയാ അല്ലാഹ്. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ? അവർക്ക് 2 ഗുണങ്ങളുണ്ട്. അവർക്ക് 2 ഗുണങ്ങളുണ്ട്. ഔലിയാക്കന്മാർക്കുള്ള തൊപ്പിയും ജുബ്ബയുടെ ആരുമാകട്ടെ, ഇൽമ പഠിച്ചവനാണോ ബഹുമാനിക്കണം, ആദരിക്കണം. കാരണം എൻ്റെ ഉസ്താദ്, എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ്, എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ്, ഇങ്ങനെ ഉസ്താദന്മാരുടെ പരമ്പര. ഓരോ ഉസ്താദിനും അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു ഉസ്താദന്മാരുടെ പരമ്പര പറഞ്ഞാൽ പോയി അവസാനിക്കുന്നത് മഹാനായ ഖുത്ബുൽ അഖ്താബ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു. ഉസ്താദന്മാർ ഇങ്ങനെ പരമ്പര പറഞ്ഞാൽ
ഇതാണ് ഉസ്താദന്മാരുടെ പരമ്പര, ഇതാണ് ആലിമീങ്ങളുടെ പരമ്പര. അതാൽ ഉലമാ വറസത്തുൽ അംബിയാ. ഉസ്താദന്മാർ ആരായാലും ആദരിക്കണം, ബഹുമാനിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇൽമു പഠിപ്പിച്ചെന്ന് നമ്മുടെ ഗുരുനാഥന്മാർ മരിച്ചുപോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എല്ലാവരെയും ആദരിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക. നമുക്ക് ആരോടും പിണക്കമില്ല, ഒന്നുമില്ല. നല്ല നിലയിൽ അൽഹംദുലില്ലാഹ്, സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.